ഹലോ ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഓഫീസിലൊരു ഗ്യാങ്ങുമായിട്ട് അൺലിമിറ്റഡ് ഫുഡ് ട്രൈ ചെയ്യാൻ വേണ്ടി ബാർബിക്യൂ നേഷനിലാണ് വന്നിട്ടുള്ളത്. നമ്മുടെ കൊച്ചി ഇൻഫോ പാർക്ക് കാക്കനാട് ചിറ്റേത്തുകരയിലുള്ള ബാർബിക്യൂ നേഷനിലാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം, ഒരു ടേബിൾ റിസർവ് ചെയ്തിട്ട് വരാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മൾ ലഞ്ച് ആൻഡ് ഡിന്നറാണ് ഇവിടെ മെയിനായിട്ടുള്ളത്. സോ നമ്മൾ റിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വിഗ്ഗി, സൊമാറ്റോ അതിൽ ഡയറക്റ്റായിട്ട് നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ എത്തി എല്ലാവരും ഒന്ന് സെറ്റിൽ ചെയ്തു. അതിനുശേഷം ഒരാൾ വന്നിട്ട് നമുക്ക് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരും. നമ്മുടെ ഡ്രിങ്ക്സ് ഒക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊക്കെ ഇവിടെ എടുക്കണം. അപ്പം അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഫ്ലാഗാണ് മെയിൻ ഐറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എത്രത്തോളം അപ്പാണോ അത്രത്തോളം നമുക്ക് സ്റ്റാർട്ടേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഒരു ഹോളാണ് നമുക്കിനി ഗ്രില്ല് മെയിൻ ഐറ്റം കൊണ്ട് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇവിടെ മെയിനായിട്ട് സ്റ്റാർട്ടേഴ്സ്, ഡെസേർട്ട്, മെയിൻ കോഴ്സ് എല്ലാം തന്നെ നമുക്ക് അൺലിമിറ്റഡ് ആയിരിക്കും. അപ്പം ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്തതിന് മുന്നേ ഇതുപോലുള്ള മിനി ഐറ്റംസ് വരും. പൊട്ടറ്റോ, ഫ്രൈഡ് കോൺസ്, ചിക്കൻ വിങ്സ്, അങ്ങനെ കുറച്ച് ഐറ്റംസാണ് നമുക്ക് ഫസ്റ്റ് പാനിപ്പൂരിയൊക്കെ കൊണ്ട് തരും. സോ ഇതൊക്കെ ശരിക്കും നമ്മളുടെ ഒരു സ്റ്റാർട്ടേഴ്സിന് മുന്നേ നമ്മുടെ വയറ് ചെറുതായിട്ടൊന്ന് ഫില്ല് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസാണ്. സോ കുറച്ച് കെയർഫുള്ളായിട്ട് കഴിക്കുക, കാരണം നമ്മുടെ മെയിൻ കോൺസെൻട്രേഷൻ എപ്പോഴും സ്റ്റാർട്ടേഴ്സിലായിരിക്കണം. അപ്പോൾ അതൊക്കെ ഈ ഫ്രൈഡ് കോൺസ് ഒക്കെ അത്യാവശ്യം നല്ല ടേസ്റ്റിയാണ്. സോ അതുകൊണ്ട് നമ്മൾ ഒത്തിരി കഴിക്കാണ്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ഐറ്റംസ് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി വരുന്നത്. അപ്പം ഈ ഒരു ഗ്രില്ല് ബോക്സിനകത്ത് ശരിക്കും കനൽ കിടപ്പുണ്ട്. അപ്പോൾ ആ ഒരു ചൂടിൽ ഇതിങ്ങനെ കുറച്ചും കൂടെ ഗ്രില്ല് ഒരു 90% ഓൾമോസ്റ്റ് കുക്ക് ചെയ്തിട്ടാണ് അവരിവിടെ കൊണ്ടുവെക്കുന്നത്. പിന്നെ നമ്മൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ജസ്റ്റ് കൊടുത്താൽ മതി. അപ്പം വെജും നോൺ വെജും ആണുള്ളത്. വെജിൽ മെയിനായിട്ട് നമുക്ക് മഷ്റൂം, പനീർ, കോണ്, പൈനാപ്പിൾ അവിടുത്തെ ഒരു സ്റ്റാർ ഐറ്റമാണ്. എന്തായാലും നമ്മൾ കഴിച്ചു പോകും ഇഷ്ടം പോലെ. പിന്നെ നോൺ വെജിൽ വരുന്നത് ഫിഷും പ്രോൺസും ആൻഡ് ചിക്കനാണ്. അപ്പം ഇതെല്ലാം ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലത്തെ ഫോർക്ക് അവിടെ അവൈലബിൾ ആണ്. സോ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. പ്രോൺസൊക്കെ ഒരു രക്ഷയില്ല. നമ്മുടെ ഏത് ടേസ്റ്റ് വേണോ, ഇപ്പം നമുക്ക് എരിവ് കൂടുതൽ വേണം, എരിവ് കുറവ് വേണം, അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വേറെ സ്പെഷ്യലായിട്ടുള്ള മസാല വെച്ച് വേണം, എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്ത് നന്നായിട്ട് ഭയങ്കരമായിട്ട് കുറേ നാൾക്ക് ശേഷം ഇത്ര എൻജോയ് ചെയ്ത് കഴിച്ച ഒരു ലഞ്ചില്ല ശരിക്കും പറഞ്ഞാൽ. സോ അവർ നമ്മൾ പറയുന്നതിനനുസരിച്ച് ഇങ്ങനെ റീഫിൽ ചെയ്തുകൊണ്ടേ ഇരിക്കും. അതുപോലെ തന്നെ 10th ജൂൺ മുതൽ 10th ജൂലൈ വരെ ഇപ്പോൾ അവിടെ ഈ ചിക്കൻ ഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുക. ചിക്കൻ്റെ കുറേ ഐറ്റംസ് ഒക്കെ അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ സൂപ്പിൽ ശരിക്കും ഒരു വെജും ഒരു നോൺ വെജ് സൂപ്പ് അവൈലബിൾ ആണ്. ഡ്രിങ്ക്സ് നമുക്ക് കോംബോയിൽ എടുക്കാൻ പറ്റും. നമ്മളിവിടെ 3 ഡ്രിങ്ക്സ് 299 ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ചിക്കൻ ഫെസ്റ്റിൽ ചിക്കൻ്റെ കുറച്ച് ഐറ്റംസ് സ്പെഷ്യലായിട്ടുള്ള തീക്കകൾ, അതല്ലെങ്കിൽ മസാല, ഫ്രൈഡ് ചിക്കൻ വിങ്സ് ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ നന്നായിട്ട് കഴിച്ച് ഒരു 2.5 hour ഡിഫറെൻറ്റ് ഐറ്റംസ് ട്രൈ ചെയ്തിട്ട് നമ്മുടെ ഫ്ലാഗ് നമ്മൾ താത്തിയിരിക്കുകയാണ് സക്സസ്ഫുള്ളി വിത്ത് ഭയങ്കര സാറ്റിസ്ഫൈഡ് ഒരു സ്റ്റാർട്ടേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട്. ഇനി നമ്മൾ നേരെ മെയിൻ കോഴ്സിലോട്ട് പോകുമ്പോൾ ഇന്ന് മെയിനായിട്ട് അവിടെ ഉണ്ടായിരുന്നു നമ്മുടെ ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വെജുകാർക്കാണെങ്കിൽ ദാൽ ചാവലുണ്ട്, അതുപോലെ തന്നെ പനീർ കറി, അങ്ങനത്തെ കറീസ് എല്ലാം അവൈലബിൾ ആണ്. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചിക്കൻ ബിരിയാണിയും മട്ടൻ കറിയും അതുപോലെ തന്നെ സാലഡും ഒരു റായ്ത്തയുമാണ്. പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടേഴ്സ് നമ്മൾ നന്നായിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ കോഴ്സ് കുറവായിരിക്കും നമ്മൾ കഴിക്കുന്നത്. പിന്നെയാണ് ഡെസേർട്ടിൽ ഒരു 10 ഐറ്റംസ് മിനിമം എന്തായാലും അവിടെ കാണും. പലതരം പുഡിങ്ങുകൾ, കേക്കുകൾ, കുൽഫി അഗെയിൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുറേ കുൽഫി ഉണ്ട്, പാൻഡ ഉണ്ട്, ചോക്ലേറ്റ് ഉണ്ട്. അപ്പോൾ ഡെസേർട്ടും ഇവിടെ കുറേ വെറൈറ്റീസ് നമുക്ക് കിട്ടുന്നതാണ്. അപ്പം എല്ലാം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. സോ അങ്ങനെ ഒരു എസ്പെഷ്യലി നമ്മളിങ്ങനെ കഴിക്കാൻ വേണ്ടി കുറച്ച് എൻകറേജ് ചെയ്യുന്ന ഒരു ഗ്യാങ്ങുമായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ശരിക്കും അൺലിമിറ്റഡ് നല്ല ഗുഡ് ക്വാളിറ്റിയിൽ നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ ഒരു കുട്ടി സെലിബ്രേഷനിലേക്ക് നമ്മുടെ വർക്ക് ആനിവേഴ്സറി, ബർത്ത്ഡേ ഒക്കെ അവിടെ നമ്മൾ അറേഞ്ച് ചെയ്ത് അവരുടെ സോങ് ഒക്കെ ഇട്ട് അവർ നല്ല അടിപൊളിയാക്കും. സോ ഒരു നല്ല ഒരു ഡേ ആയിരുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ ഒരു ഓഫീസ് ഗ്യാങ്, നിങ്ങളുടെ ഫാമിലി നല്ല കഴിക്കാനൊക്കെ നല്ല സ്പിരിറ്റുള്ള കുറച്ച് ആൾക്കാരുമായിട്ട് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ബാർബിക്യൂ നേഷൻ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നതിന് വരെ താങ്ക് യു ഗൈസ്, ബൈ ബൈ.